ഹലോ കൂട്ടുകാരെ, ഞാൻ കുറച്ച് വാഴ നട്ടായിരുന്നു. ഞാൻ ഇന്നാൾ വാഴേൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൊലയൊക്കെ ആയിരുന്നു. അങ്ങോട്ടേക്കുള്ള 3 വാഴ ചെരിഞ്ഞ് വീണു. അപ്പോൾ ഞാൻ വിചാരിച്ച് വെള്ളത്തിൻ്റെ കുറവാണെന്ന് വിചാരിച്ച് രാവിലെ വൈകുന്നേരം നനക്കാൻ തുടങ്ങി. എന്നിട്ട് ഇതേനെ അവസ്ഥ കണ്ടില്ലേ, കൂമ്പെല്ലാം കൊലയെല്ലാം വാടി കുളഞ്ഞ്. അങ്ങനെ ഇന്ന് വെറുതെ ഒരു 2 പോള പൊളിച്ച് നോക്കുമ്പോൾ ഒരു പോള പൊളിച്ചപ്പോഴാണ് ഒരു വണ്ട് ഉണ്ടോ. ഇതെല്ലാം വണ്ട് കുത്തി നശിച്ച് കാരണക്കല്ലാക്കിയതാണ്. ഞാൻ കുത്തി തുരന്നെടുത്ത് വണ്ടിനെ 5-8 വണ്ടിനെ കൊന്ന്. അതിൻ്റെ പുഴുകളും എല്ലാം ഉണ്ട്. എല്ലാത്തിനെയും കൊന്ന്, ഒരെണ്ണത്തിനെ കൊന്ന്. അപ്പോൾ ഇനി കുറേ വാഴയുണ്ട്. മിക്കവാറും എല്ലാ വാഴയും ഇതേപോലെ നശിച്ച് നാരായണക്കല്ലായി പോകും തോന്നുന്നു. ഇതെല്ലാം കൊത്തി തിന്നാ. അപ്പോൾ അത് കുത്തി കയറിയിട്ട് കാമ്പ് വഴി കൊലേൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇതാ കൊലേൻ്റെ അടുത്തുള്ള കാമ്പായത്. കാമ്പിൻ്റെ ഉള്ളിലേക്ക് കൂടി പുറത്തൊന്നും കാണാനില്ല. അങ്ങനെ പോയി എല്ലാം നശിച്ച് നാരായണക്കല്ലായി. അതുകൊണ്ട് കൊല കൊത്തിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള കൊലയായിരുന്നു. മൂത്തില്ല, പകുതി മൂപ്പായിട്ടേ ഉള്ളൂ. നല്ലപോലെ മൂത്താണ് എന്തെങ്കിലും ചെയ്യായിരുന്നു. പകുതി മൂപ്പ് പോയി എന്ത് ചെയ്യാനോ, കൊടുക്കാനും പറ്റില്ല. പൊയ്ക്ക് വെച്ച് തിന്ന് മരിക്കേണ്ടി വരും. ഒരു കാര്യമില്ല, കുറേ വാഴ ഉണ്ടേനു. ഇപ്പം മൊത്തം 3 പോയി, പകുതി മൂപ്പിൽ. എല്ലാം എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് ഇനി അറിയില്ല. അതുകൊണ്ട് ഇലയൊക്കെ ഇലയൊക്കെ വാടിക്കഴിഞ്ഞ് തുടങ്ങി, ഇലയൊക്കെ പഴുക്കുന്നത്. അപ്പോൾ ഇലയൊക്കെ പഴുക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ വണ്ട് കയറുന്നതാണ്. അപ്പോൾ അതിനുള്ള മരുന്ന് എന്താണെന്ന് അറിയുന്ന ആൾക്കാരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതാണ്. എന്ത് ചെയ്യാനോ, 10-20 കിലോ ഉണ്ടാവുമായിരുന്നു മൂത്ത് കഴിഞ്ഞാൽ. കാര്യമില്ല, നമുക്ക് യോഗമില്ല, അത്ര തന്നെ. ഇതാണ് അവസ്ഥ. ഞാൻ നടുക്കേ കൂടി കയറി നോക്കിയതാണ്. ഉള്ളിൽ കാമ്പ് എന്ന് പറഞ്ഞ സാധനമില്ല, കംപ്ലീറ്റ് തിന്ന് തീർത്തിന്. അതുകൊണ്ടാണ് കൊലയാണെങ്കിൽ പോകുന്നത്. എന്ത് ചെയ്യാൻ? ഇത് പുഴു കണ്ട, ഇതാണ് പുഴു. ഈ സാധനമാണ് തിന്ന് തീർക്കുന്നത്. ഇതിനുള്ള മരുന്ന് എന്നാന്ന് പറഞ്ഞ് ആർക്കെങ്കിലും അറിയെങ്കിൽ ആ മരുന്നൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട്, ഇത്രയും പൈസ മുടക്കിയിട്ടെന്ന് പറയുന്ന കാര്യമില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു ഗുണമില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം. എന്തിനിങ്ങനെ വാഴ നടുന്ന ആയിരിക്കും വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നില്ല. പുഴുന്ന് തിന്നാണ് നമ്മൾ വാഴ നടുന്നത്. അതാണ് അവസ്ഥ.